പെട്ടെന്ന് വണ്ടി അറേഞ്ച് ചെയ്തെന്ന് ഇവരാണ്. ഉമ്മാക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കീ മേടിക്കേണ്ടത് ഉമ്മയായിരിക്കും നല്ലത്. ഗൈസ് ഫൈനലി ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു വണ്ടി മേടിക്കാൻ വേണ്ടി പോകട്ടെ. എന്റെ ലൈഫിലെ ഫസ്റ്റത്തെ ഒരു കാറാണ്. ഈ ഒരു കാറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് എന്റെ കാറല്ല, എന്റെ ഫ്രണ്ടിന്റെ കാറാണ്. അവൻ സൗദിയിലാണ്. സോ ആദ്യം ഈ വീഡിയോയിൽ അവനോട് താങ്ക്സ് പറയട്ടെ. കാരണം ഞാൻ അവന്റെ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കാലങ്ങളായി. ഈ വണ്ടി തിരിച്ച് അവന് കൊടുക്കണം. എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല, നീ എന്നാലും കൊടുക്കണം, അവന്റെ വണ്ടിയാണല്ലോ. അപ്പോൾ ഫർഹാൻ വന്നിട്ടുണ്ട്. ഒപ്പം സാബിത്ത്, ബഹുമാനപ്പെട്ട സാബിത്തും ബഹുമാനപ്പെട്ട ഫർഹാനും ഉണ്ട്. ഏതാ കാറൊന്നുമില്ലത് നിങ്ങൾക്ക് ഇന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും കേട്ടോ. സർപ്രൈസ് ആയി കടന്നോട്ടെ. ഉമ്മാനോട് പറഞ്ഞപ്പോൾ വണ്ടി എടുക്കുകയാണെന്ന്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉമ്മ കുറച്ച് സീനാവും. ഇത് ഉമ്മാനെ കാണിക്കാം കേട്ടോ. ഉമ്മക്ക് തുറക്കാൻ അറിയും. ഉമ്മ ഇരിക്കണു. യെസ്, ദിസ് ഈസ് മൈ മദർ. ഉമ്മ പാവാണെന്ന് വീഡിയോയിൽ കാണുമ്പോൾ പാവാണെങ്കിലും ഉമ്മ ചില കാര്യങ്ങളൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളാണ്. അല്ലേ അമ്മ? ഒന്നും പറയണില്ല കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം. കാരണം നമ്മുടെ നിന്ന് ആളെ കൂടി പറ. ഏത് വണ്ടി എടുക്കണം? BMW അല്ലേ? ശരിടാ, പോട്ടെന്നാ. ശരിടാ, ബൈ. ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിട്ടേ വണ്ടി സൈഡാക്കിയാണ്. ഇവര് പറഞ്ഞ ഐഡിയ ആണ്, എവിടെയെങ്കിലും ഒഴിഞ്ഞ് നിർത്തിയിട്ട് ആരും കാണാത്തടത്ത് ഇൻട്രോ എടുത്ത് പോവാന്ന്. പക്ഷെ ആകെ അവിടെ ഒരു ആളുകളൊക്കെ കൂടി ഫുള്ള് ഓളായി. എല്ലാരും ഭയങ്കര സ്നേഹട്ടോ. മലപ്പുറം സൈഡ് ഭയങ്കര സ്നേഹട്ടോ ആൾക്കാർക്ക്. വേറെ കാര്യം ഇന്നിങ്ങനെ ആൾക്കാർ കാണുമ്പോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഉമ്മാക്ക് എന്താ തോന്നണേ? സന്തോഷം. എന്താ ഇങ്ങോട്ട് നോക്കി വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാട്ടോ. ആ, നിങ്ങക്ക് ഇഷ്ടായോ? അങ്ങനെ നമ്മൾ ഫൈനലി ഷോപ്പിലെത്തി. ഇതാണ് അമാന ടൊയോട്ട തിരൂരാട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് വണ്ടി അറേഞ്ച് ചെയ്തെന്ന് ഇവരാണ്. ബാക്കിയുള്ളവരൊക്കെ 2 മാസം 1 മാസം ടൈം എടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അറേഞ്ച് ചെയ്ത ആളെ കാണിച്ചിട്ട് എനിക്ക്. അസ്സലാമു അലൈക്കും. നല്ലത്. എന്തൊക്കെ നിങ്ങളെ പാട്? ഹായ്, സോ മച്ച്. മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. ആശുപത്രി ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. നമുക്ക് വണ്ടി പെട്ടെന്ന് അറേഞ്ച് ചെയ്താൽ ഒരാളാന്നൊക്കെ പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഞാൻ പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. അങ്ങനെ ഒരു എൻക്വയറി വന്നപ്പോൾ ഞാൻ അപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മളിപ്പോ ഒരുപാട് ട്രാവൽ ചെയ്തൊന്നും വണ്ടി എടുക്കേണ്ടി വന്നു. ഇതാണ് വണ്ടി വരുന്നത്. ഹായ്, താങ്ക് യു സോ മച്ച്. ആദ്യം ഫസ്റ്റ് വണ്ടി സെറ്റ് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ഇത്ര ലോങ് വന്ന് ആശ്രയിക്കാനോടുള്ളൊരു കോണ്ടാക്റ്റും എല്ലാം ഷുവറായി. ഇത് ഉമ്മാനൊന്ന് പുറത്തിറക്കാം. കാരണം ഉമ്മാക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ഓൾറെഡി കുറെ ട്രാവൽ ചെയ്തിട്ടേ ഉമ്മ തപ്പണേ എവിടെ തുറക്കണേ. വരി, ഉള്ളിലിരിക്കാം. കുറച്ചായിട്ട് ഇവിടെ തന്നെ ഇറങ്ങും. എന്തേ ഇഷ്ടപ്പെട്ടോ? ഏതാ വണ്ടി ഇറങ്ങും? ഒരു വണ്ടി നമ്മളിവിടെ ഇരിക്കുകയാണ്. ഉമ്മാനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്താ പേര്? എന്താ പേര് പറഞ്ഞോട്? പേര് ഇറക്കാന്ന് ഹായ്, ചേട്ടൻ തോറു? സൽമാൻ. എവിടെ? തിരൂര്. നിങ്ങളൊക്കെ തൃശ്ശൂർ, കൊടുങ്ങല്ലൂരാ? സന്തോഷം. നിങ്ങളെ പേരെന്താ? ശരത്ത്. ഇവിടെ എന്താ സുഖല്ലേ? ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോ ഇവിടെ വർക്ക്ഷോപ്പിൽ ഇറക്കിയുന്ന ആൾക്കാരാണ്. നല്ല ചൂടത്ത് ഇറക്കിയുന്ന ആൾക്കാരാണല്ലേ. സോ ഞാൻ എടുക്കുന്ന വണ്ടിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ലൊരു വണ്ടിയാണ്. എല്ലാം പറഞ്ഞു, നെഗറ്റീവ് പോസിറ്റീവ്. അതർ ഡീലറിന്റെ ഒരു ടൈപ്പ് ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. സ്ക്രൂ കിട്ടിയില്ല എനിക്ക്. ഓക്കെ, ഇല്ല, വണ്ടി പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. എന്തായാലും നല്ല സർവീസ് കിട്ടും. അതെ, കൺഫേം ആണ്. അതിനൊന്നും വിഷയമല്ല. സ്പെയർ ഒക്കെ കിട്ടും. സ്പെയർ എപ്പോഴും കിട്ടും. കൂടുതൽ സെയിൽ അല്ല, അങ്ങനല്ല, അവൈലബിലിറ്റി ആണ്, കിട്ടാതിരിക്കില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. വണ്ടി റെഡി ആട്ടോ. ഇനി ഡെലിവറി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഡെലിവറി ആയിട്ട് കാണാം.
അപ്പോ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കാണ്. അപ്പോ പ്രത്യേകിച്ച് എന്താ പറയാ, എന്റെ ആദ്യത്തെ ഒരു വണ്ടിയാണത്, എന്റെ ഉമ്മാന്റെ ആദ്യത്തെ ഒരു വണ്ടിയാണ്, നമ്മളെ വണ്ടിയാണല്ലേ അമ്മ ആദ്യത്തെ. ഓക്കെ, അപ്പൊ ഇനി എന്തോ ശരിക്കും ഒന്നും പറയാനല്ല, കാരണം എനിക്ക് ഉമ്മാനെ കാണുമ്പോഴാണ് ശരിക്കും സൈലന്റ് ആണ്. കാരണം അമ്മ വളരെ സൈലന്റ് ആണ്, പ്രത്യേകിച്ച് ഈ ആൾക്കാരില്ലോണ്ടാവാൻ മേ ബി. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ അമ്മ? ഓക്കെ, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി കുറച്ചും കൂടി പരിപാടി ഉണ്ട്, ഇവിടെ നിന്നാണ് ഇറങ്ങാം. അപ്പോൾ ഇവരോടൊക്കെ താങ്ക്സ് പറയാം, പ്രത്യേകിച്ച് ആശീർക്കാടത്ത്. ആശീർക്ക് എനിക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തതിന് വളരെ താങ്ക് യു സോ മച്ച്. ഇപ്പം എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ഓടി വരണമെങ്കിൽ നിങ്ങളാണ് കാരണം. പിന്നെ ഇതാണ് ബ്രാഞ്ച് മാനേജറാണ് വരുന്നത്, ആഷിം. ഓക്കെ, പിന്നെ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഭയങ്കര അടിപൊളിയാട്ടോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ ഇവര് എന്ത് ചെയ്യും, ആ ഒരു ഗ്ലാൻസ് അല്ലേ, ആ ഗ്ലാൻസ് തൊട്ട് അവരെ വരും. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് നേരെ ഇവിടെ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, ഐ മീൻ കുറച്ച് ആക്സിഡന്റ്. ഇതിപ്പോൾ ഞാൻ S+ എന്ന് പറഞ്ഞ മോഡൽ എടുത്തിരിക്കണേ, അതായത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ ഒരു മോഡലാണ്. അപ്പോൾ ഇതിന് എനിക്ക് കുറച്ചും എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ കയറ്റണം, കാരണം ഇതിൻ്റെ അകത്ത് ക്യാമറ വരുന്നില്ല, 360 ക്യാമറ ഇല്ല, ഇവിടെ കുറേ സംഭവങ്ങളില്ല. പിന്നെ സീറ്റ് ഒരു നോർമലി ഒരു ഭയങ്കര തിക്കായിട്ടുള്ള സീറ്റുകളാണ്, അതൊക്കെ ഒന്ന് മാറ്റണം. കുറെ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പൊ അത് ചെയ്യാൻ കൊടുത്തിട്ട് ഒക്കെ ഒരുമിച്ചാണ് ചെയ്യാന്ന് വിചാരിച്ചു. നേരെ ഞാൻ ഷോപ്പിലോട്ട് പോകണം. വണ്ടി എടുത്തിട്ട് നേരെ വന്നിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കുറച്ച് പേരാണ്. അപ്പൊ ഇവരുടെ അടുത്തോട്ടാണ് വന്നിട്ടുള്ളത്, കാരണം എനിക്ക് ബെറ്റർ, എന്റെ ഒരു വണ്ടിക്ക് ബെറ്റർ സർവീസ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഇവരുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. ഇവരെ പൊക്കി പറയുന്നല്ല, ചെക്കന്മാർ അടിപൊളിയാണ്. ഇവരെ പേജൊക്കെ എടുത്താൽ എനിക്ക് മനസ്സിലാവും, ഭയങ്കര ആക്റ്റീവാണ്. ഇവരെ കൂടെ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരിപ്പോ ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ഞാൻ വരുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടില്ല, അതാണ് മെയിൻ കാര്യം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഇപ്പോൾ എടുത്ത വണ്ടി ഒരു ഫുൾ ഓപ്ഷൻ അല്ല, കുറച്ച് താഴെല്ലാം ലൈറ്റ് കുറെ കണക്റ്റഡ് അല്ല. ഇത് ഇതിൽ കണക്ട് ചെയ്യിപ്പിക്കണം, ക്യാമറ ഇല്ല, അപ്പോൾ 360 ക്യാമറയോട്ട് ആക്കണം. ഇന്നിപ്പോ നമ്മള് കാലിബർ റെഡ് ആക്കി ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ അലോയില് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്പോയിലർ, ഡീക്രോമിങ്, ഫോൾഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാറ്റ്മാൻ മിറർ കവർ ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റർ ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് സ്പ്ലിറ്റർ ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ റിഫ്ലക്ടർ, അതേപോലെ അതിന് താഴോട്ട് പോകും അല്ലേ? ഇതൊന്നും വർക്കിംഗ് അല്ല, ഇത് വെറുതെ ഡെമ്മി കിട്ടുക. ഇത് വർക്കിംഗ് അല്ല, ഇതൊന്നും വർക്കിംഗ് അല്ല. അതേപോലെ 360 ക്യാമറ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മൊത്തത്തിൽ നമ്മള് നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലൈനിൽ ക്യാമറ ചെയ്യുന്നുണ്ട്. 21 ഐറ്റംസ് ഉണ്ട്. ഉമ്മ ഇതിന്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഉമ്മ ആകെ ടയർഡായി. അപ്പോ ഓക്കെ അല്ലേ? സമയം 6-7 മണിയായിട്ടോ. വണ്ടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ്. വണ്ടിയിൽ പോവാം. 3 ദിവസമായിട്ട് കാണാം. 3 ദിവസം കാണാം. താങ്ക് യു സോ മച്ച്. എവിടുന്ന് തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തിട്ടോ ഗൈസ്. ഉമ്മ വണ്ടി കടന്നുറങ്ങിക്കണു. ഉമ്മ നല്ല ടയർഡായിക്കണു കേട്ടോ. ഇവനും എല്ലാവരും ടയർഡായിക്കണു, കാരണം ഫുൾ ഓട്ടത്തിലായിരുന്നു. വണ്ടി എടുക്കുന്നു, വണ്ടി അവിടെ കൊണ്ടുപോകുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോവാണ്. രാത്രി സമയം 10:18 കേട്ടോ. 11 മണിക്കായിരുന്നു വണ്ടി ഡെലിവറി പറഞ്ഞത്. ലേറ്റായി വണ്ടി ഡെലിവറി. എന്തായാലും പരിപാടിയൊക്കെ ഉഷാറായി, അടിപൊളിയായി. എല്ലാവരോടും എന്താ പറയാ, സ്നേഹം മാത്രം. ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് പേരെ സംസാരിച്ച്. എവിടെ ഇറങ്ങിയാലും എന്താ വെച്ചാൽ എല്ലാവരോടും സംസാരിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എല്ലാവരും തിരിച്ചു പോവാണ്. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ഫോർ. അപ്പൊ ഗൈസ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.